സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇസബെല്ലയ്ക്ക് കെവിനെ എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മളറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ചന്ദ്രോത്ത് വീട്ടിൽ നടക്കുന്നു. അതെനിക്ക് തീർച്ചയാണ്. കെവിൻ്റെ സംസാരത്തിൽ ഇന്ന് എനിക്ക് തോന്നി. പക്ഷെ കെവിൻ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെയുണ്ട്. അവൻ്റെ കൂടെ ആരൊക്കെയോ എന്തൊക്കെയോ സത്യങ്ങൾ തുറന്നു പറയുന്നു. പക്ഷെ വ്യക്തമായിട്ടും അങ്ങോട്ട് പറയുന്നില്ല. അവൻ എന്തോ ഒരു പേടിയുള്ളതുപോലെ. അപ്പോൾ പാപ്പൻ പറയുന്നുണ്ട്, സംശയിക്കേണ്ടതുണ്ട്. കെവിനാകുമ്പോൾ തുറന്നു പറയേണ്ടതല്ലേ, പിന്നെന്തിനാ അവൻ മറയ്ക്കുന്നത്? അതറിയില്ല. എന്തായാലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. അതേസമയം നമ്മുടെ ഹരിയങ്കിളാണെങ്കിൽ അരുന്ധതിയെ കാണാനായിട്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ഋഷി നല്ല ഉറക്കത്തിലായിരുന്നു. ഋഷി റൂമിൽ കിടന്നുറങ്ങുക. അതുപോലെ തന്നെയായിരുന്നല്ലോ മുമ്പൊരിക്കൽ പ്രഭാവതി നമ്മുടെ അരുന്ധതി ക്ഷേത്രത്തിൽ വെച്ച് തലകറങ്ങി വീണപ്പോഴത്തേക്കും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോഴും ഋഷി ഇതുപോലെ റൂമിലായിരുന്നു. പെട്ടെന്ന് താഴേക്ക് വന്ന ആ സമയം ഒരു വിധത്തിലാണ് പ്രഭാവതിയുടെ കണ്ണ് വെട്ടിച്ച് ഋഷിക്ക് രക്ഷപ്പെടാനായത്. പക്ഷെ അന്ന് ഒരുപാട് തീ തിന്നു എന്ന് തന്നെ പറയാം അരുന്ധതി. അതുപോലെ തന്നെയാണ് ഇന്നത്തെ അവസ്ഥയും. ഋഷി കിടന്നുറങ്ങുമായതുകൊണ്ട് തന്നെ താഴെ ഒരാൾ വന്നിട്ടുണ്ട്, തൽക്കാലം ഇറങ്ങി വരരുത് എന്ന് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ അബദ്ധം പറ്റിയാണ് CPയും ഋഷി ജീവനോട് ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഹരിയങ്കിൾ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അരുന്ധതി ഡോറ് തുറന്ന് നോക്കുമ്പോൾ മുറ്റത്ത് കാറിൽ വന്ന് ഇറങ്ങിയ ഹരിയങ്കിളിനെ കണ്ടു. അപ്പം വ്യക്തമായിട്ട് അരുന്ധതിക്കും അദ്ദേഹം ആരാണെന്ന് അറിയാം. പിന്നെ സ്വയമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു താൻ ആരാണെന്നും ചന്ദ്രോത്ത് വീടും തനിക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അരുന്ധതി അങ്ങനെ ഹരിയങ്കിൾ വന്നിരിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഋഷിയെ കാണാതായി എന്ന് ഞാൻ കേട്ടിരുന്നു, അതിനെപ്പറ്റി എന്തെങ്കിലും അറിവ് കിട്ടിയിരുന്നു? ഋഷി എവിടാണെന്നോ അല്ലെങ്കിൽ മിനിമം വിളിക്കുകയെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി പറയുന്നു, ഇതുവരെ വിളിച്ചിട്ടില്ല, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ. പിന്നെ 2 തവണ കേസ് കൊടുത്തിരുന്നു DYSPക്കും അതുപോലെ ദേവികയ്ക്കും. പക്ഷേ അതിലൊന്നും പ്രത്യേകിച്ച് അറിവൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഹരിയങ്കിൾ പറയുന്നുണ്ട്, മറ്റൊന്നും തോന്നരുത്. ഒരു മകനെ കാണാനില്ലാത്ത അമ്മയുടെ വിഷമമൊന്നും അരുന്ധതിയുടെ മുഖത്ത് കാണുന്നില്ലല്ലോ. അതെന്താ? പ്രഭ പറഞ്ഞിരുന്നു ആകെ വിഷമിച്ച് പലതവണ കേസും അന്വേഷണമായിട്ട് നടന്നിരുന്നു എന്ന്. പക്ഷെ ഇപ്പോൾ അരുന്ധതിയുടെ മുഖം കണ്ടിട്ട് പ്രത്യേകിച്ച് വിഷമമുള്ളതായിട്ടൊന്നും തോന്നില്ല. എപ്പോഴും വിഷമം കാണിച്ച് നടക്കാൻ പറ്റില്ലല്ലോ, അറിയാലോ, ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ താളം തെറ്റും. അതിൻ്റെ പേര് ഞാനൊന്ന് ആക്റ്റീവായി നടക്കുന്നതേ ഉള്ളൂ. അല്ലാതെ മകനെ കാണാനില്ല എന്നുള്ള വിഷമം എനിക്ക് ശരിക്കും ഉണ്ട്. അപ്പം അരുന്ധതിയാണെങ്കിൽ ഇങ്ങനെ പകച്ച് മേലേക്കും താഴേക്കൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്, പ്രതീക്ഷിക്കാതെ ഇനി ഋഷി താഴേക്ക് ഇറങ്ങി വരുമോ എന്നൊക്കെ ഉള്ള രൂപത്തിൽ. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കള്ളം പറഞ്ഞ് അരുന്ധതിയാണെങ്കിൽ മേലേക്ക് കയറി പോകുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ ഋഷി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് താഴേക്ക് ഇറങ്ങി വരാൻ ഒരുങ്ങുന്ന സമയവും അരുന്ധതി കയറി ചെല്ലുന്ന സമയവും ഒരുമിച്ചാണെന്ന് തോന്നുന്നു. എന്തായാലും തൽക്കാലം ഹരിയങ്കിള് ഋഷിയെ കാണുന്നില്ല എങ്കിലും അരുന്ധതിയുടെ പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് 100 കൂട്ടം സംശയം വരുന്നു. മകനെ കാണാനില്ല എന്നുള്ളൊരു വിഷമമൊന്നും അവരുടെ മുഖത്തില്ല. മാത്രമല്ല താൻ എന്തോ ഒരു കാര്യം അറിയാൻ പാടില്ല എന്ന മട്ടിൻ അവർ പേടിക്കുകയും ചെയ്യുന്നു. ഇനി ഋഷി തിരികെ വന്നു കാണുമോ, അവൻ ഈ വീട്ടിൽ കാണുമോ എന്നൊക്കെയുള്ള സംശയമാണെങ്കിൽ ഹരിയങ്കിളിൻ്റെ മനസ്സിൽ കാണുന്ന. അതേസമയം അരുന്ധതിയുടെ പ്രാർത്ഥന ഋഷിയെ കാണരുത് എന്നാണ്. അതേസമയം ദേവിക എല്ലാ കാര്യങ്ങളും ഭാർഗവിയോടും മുരളിയോടും ഗൗരിയോടും തുറന്നു പറയുന്നുണ്ട്. തങ്ങൾക്കിനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെന്നും ജീവിതത്തിൽ ഒരിക്കലും പിരിയാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് നന്ദൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിലും ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. നന്ദൻ ജയിലിലും ഞാൻ എൻ്റെ വീട്ടിലുമായിരിക്കും ഇനി താമസിക്കാൻ പോകുന്നത്. നന്ദൻ ഒരു കൊലപാതകം ചെയ്തു. അരുന്ധതി മേഡത്തിൻ്റെ മകനായ ഋഷി അത് എല്ലാം തുറന്നു പറയുന്നുണ്ട് എല്ലാവരുടെ ആയിട്ട്. കാരണം ഇതുവരെയും മുരളിയോടും ഭാർഗവിയോടും ഗൗരിയോടും പ്രഭാവതി മേഡമോ സിദ്ധാർത്ഥൻ സാറോ മറ്റാരും തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ദേവിക എല്ലാം തുറന്നു പറയുന്ന ആ സമയത്താണ് എന്തുകൊണ്ടാണ് ഇപ്പം തന്നെ ഹരിയങ്കിൾ വീട്ടിലേക്ക് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വന്നത്, അവിടെ വലിയ സംസാരവും ചർച്ചയൊക്കെ നടന്നത് നന്ദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാകുന്നത്. ഇനി എന്താ തീരുമാനമെന്ന് ഭാർഗവിയും അതുപോലെ മുരളിയും ചോദിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്തു നന്ദൻ ഇനി എന്തായാലും നിയമത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയേ പറ്റൂ. അതിനി അധികം താമസിച്ചിട്ട് കാര്യമില്ല. നന്ദു കീഴടങ്ങണമെന്ന് തന്നെയാണ് ഹരിയങ്കിളും ഞാനും ഒക്കെ പറയുന്നത്. പിന്നെ നിയമത്തിൻ്റെ മാർഗത്തിൽ എന്താന്ന് വെച്ചാൽ നോക്കാം. നന്ദനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒറ്റയ്ക്കാണ് നന്ദൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് ദേവിക പറയുന്ന സമയത്ത് ഭാർഗവി പറയുന്നു, എങ്ങനെ എൻ്റെ പ്രഭകുഞ്ഞ് ഇതൊക്കെ താങ്ങും? എന്നാലും നന്ദമ്മോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അവനൊരിക്കലും ആരെയും ഉപദ്രവിക്കാനൊന്നും പറ്റില്ല.
അപ്പം ഋഷിയുടെ ആത്മാവ് ശല്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നന്ദൻ പേടിച്ചത് ഇതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് മുരളി ചോദിക്കുമ്പോൾ, അതേ മുരളി ഏട്ടാ, നമ്മളൊക്കെ സംശയിച്ചിരുന്നല്ലോ എന്താ നന്ദന് പറ്റിയെന്ന്. പക്ഷേ നന്ദന് ഋഷി താൻ കാരണം മരണപ്പെട്ടു എന്നുള്ളൊരു കുറ്റബോധത്തിൻ്റെ പേരിനാണ് ആത്മാവ് ശല്യം ചെയ്യുന്ന രൂപത്തിനൊക്കെ സ്വപ്നം കണ്ടതും അലറി വിളിച്ച് മാനസിക നില തെറ്റിയ പോലെ നടന്നതും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും വിഷമിച്ചിരിക്കുന്നു. അതേസമയം അരുന്ധതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഹരിയങ്കിളാണെങ്കിൽ സിദ്ധുവിനെ വിളിക്കുന്നു. അവിടെ തനിക്ക് ഫീൽ ചെയ്ത എല്ലാ കാര്യവും സിദ്ധുവിനോട് പറയുമ്പം സിദ്ധു അത് കേട്ട് ആകെ പകച്ചിരിക്കുവാണ്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം.